ഒരു മുംബൈയിൽ വൈജയന്തി പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വൈജയന്തി മനസ്സിലാക്കുന്നില്ല തനിക്ക് മുൻപിലുള്ളത് തൻ്റെ മകളാണെന്ന്. അതിൻ്റെ പോരായ്മകൾ വൈജയന്തിയെ വേട്ടയാടാനായിട്ട് തുടങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതായത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നെങ്കിൽ ബാലചന്ദ്രൻ ഒരിക്കലും സ്റ്റാലിനെ അന്വേഷിച്ച് പോകില്ലായിരുന്നു. വൈജയന്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് വൈജയന്തിയുടെ ജീവിതം തുലാസിലാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബാലേന്ദ്രൻ കൂടുതൽ ചരിത്രമൊക്കെ ചെകഞ്ഞ് സ്റ്റാലിനെ വരെ കണ്ടെത്തി സ്റ്റാലിൻ്റെ കൈകളിൽ അലീനയെ ഏൽപ്പിക്കാനായിട്ട് നോക്കുന്നതും ശ്രമിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.